നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരു വലിയ താങ്ക്സ് പറയുകയാണ്. അതായത് കണ്ടല്ലോ 17,000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 20,000-ലോട്ടുള്ളൊരു പോക്കാണ്. അപ്പം 20K സബ്സ്ക്രൈബേഴ്സ് എന്ന് കാണാനായിട്ട് ഞാൻ ഭയങ്കര ആവേശത്തോടെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് 20,000 സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു കുഞ്ഞു ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനെല്ലാം ആദ്യം തന്നെ എൻ്റെ ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ ഏകദേശം ഒരാഴ്ചയായി വീഡിയോ ഇട്ടിട്ട്. അപ്പം പല കാരണങ്ങളും ഉണ്ട്. ഇനി കാരണങ്ങളൊന്നും ഞാൻ നിർത്തുന്നില്ല, നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോവാം. അപ്പോൾ ആസ് യൂഷ്വൽ എനിക്ക് മെസ്സേജായിട്ടും കമൻ്റായിട്ടും ഒക്കെ കാണുന്ന പല വിഷയങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതലായിട്ടും വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു വിഷയം തന്നെയാണ് ഇന്നും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പഠിക്കാൻ സമയമില്ല, എനിക്ക് പഠിക്കാൻ ഒരു ഗവൺമെൻറ് ജോലി മേടിക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്യും എന്നെന്നോട് ചോദിക്കുന്നവരേറെയാണ്. അപ്പോൾ പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ, ഇപ്പം കേരള PSCയുടെ മാത്രം കാര്യം പറയുകയാണ്, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ PSCക്ക് വേണ്ടി പഠിക്കുന്നവരുണ്ട്. അതിൽ എത്ര പേര് സീരിയസ് ആയിട്ട് പഠിക്കുന്നു, എത്ര പേര് ഇതേന്നും പറഞ്ഞിരുന്ന് പഠിക്കുന്നു? നമുക്ക് എണ്ണം എടുത്തു വരുമ്പം കുറച്ചൊക്കെ വരൂ. പക്ഷെ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട്, അതിന് നമുക്ക് തർക്കമില്ല. ജോലി മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ട്രൈ ചെയ്യുന്നതിൻ്റെ തീവ്രത എത്രത്തോളമാണെന്നുള്ളത് എണ്ണം കുറഞ്ഞു വരും അല്ലേ. അപ്പം പഠിക്കാൻ ഈ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളിൽ 2 കാറ്റഗറി ആളുകളുണ്ട്. സമയത്തിൻ്റെ ബേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പഠിക്കാൻ കിട്ടുന്ന സമയത്തിൻ്റെ ബേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ധാരാളം സമയമുള്ള ആളുകൾ, അതായത് വീട്ടിൽ വേറെ ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പഠിച്ചാൽ മാത്രം മതി. വീട്ടുകാർ പറഞ്ഞേ നീ പഠിച്ചൊരു ജോലി മേടിച്ചാൽ മതി, വേറെ ഒന്നും നീ ചെയ്യേണ്ട, പഠിച്ചോ എന്ന് പറയുന്നൊരു കാറ്റഗറി. വളരെ ഭാഗ്യം ചെയ്തൊരു കാറ്റഗറിയാണല്ലേ. അപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്ത്രീകളുടെ കാര്യം പറയുവാണെങ്കിൽ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞൊക്കെ ആയി, അല്ലെങ്കിൽ കുഞ്ഞായില്ലെങ്കിൽ കൂടി കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു വിലയൊക്കെ കിട്ടിനെ. ഇത്രയൊക്കെ പഠിച്ചിട്ടും ഇപ്പോൾ പഠിത്തമൊക്കെ കുറവുള്ളവർ വളരെ എല്ലാവരും ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞവർ തന്നെ കൂടുതൽ പേരും. അപ്പം ഇത്രയൊക്കെ പഠിത്തം ഉണ്ടായിട്ട് നാട്ടുകാരെ ചോദ്യം, മോക്ക് ജോലിയൊന്നും ആയില്ലേ. അതിപ്പം കല്യാണം കഴിച്ചവരായാലും കഴിക്കാത്തവരായാലും ഡിഗ്രിയൊക്കെ കഴിഞ്ഞെന്ന് കാണുമ്പോഴേ ചോദ്യം തുടങ്ങുമല്ലേ, ജോലിയൊന്നും ആയില്ലേ എന്ന്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പം വീട്ടിലെ പ്രാരാബ്ധം കൊണ്ട് ആൺകുട്ടികൾക്ക് മിക്കവർക്കും എന്തെങ്കിലും ജോലിക്ക് പോവേണ്ടി വരിക. ജോലിക്കിടയിൽ കൂടെ പഠിച്ച് ജോലി മേടിക്കുന്നവർ നമ്മൾ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസിൽ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം ആണും പെണ്ണും എന്നുള്ളൊരു വേർതിരിവൊന്നുമില്ല. ഏത് കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിലും ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുമുണ്ട്. അതായത് പഠിക്കാൻ സമയമില്ല, പക്ഷെ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തി പഠിച്ച് വിജയം നേടുന്നവർ. അപ്പം ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഈ 2 കാലഘട്ടങ്ങളിലൂടെയും കടന്നുപോയൊരു വ്യക്തിയാണ്. എനിക്ക് പഠിക്കാൻ ഒത്തിരി സമയം കിട്ടിയൊരു സമയം ഉണ്ടായിരുന്നു. പഠിക്കാനായിട്ട് ഞാൻ സമയം സ്ട്രഗിൾ ചെയ്ത് കണ്ടെത്തി പഠിച്ചൊരു സമയമുണ്ട്. അപ്പം ഞാൻ സ്ട്രഗിൾ ചെയ്ത് കണ്ടെത്തി പഠിച്ച ആ സമയം, ആ ഒരു പഠിത്തമാണ് എന്നെ കുറച്ചൊക്കെ വിജയത്തിലോട്ട് എത്തിച്ചിട്ടുള്ളത്. മറ്റേ പഠിത്തമൊന്നും എനിക്കറിയില്ല, അത് ബേസേ ആയിട്ടുള്ളായിരുന്നു ആ ഒരു സമയത്ത്. അത് ഒരുപാട് സമയം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉഴപ്പല്ലേ, ഇനി സമയം ഉണ്ടല്ലോ, നാളെ പഠിക്കാം മറ്റന്നാൾ പഠിക്കാമെന്ന് പറഞ്ഞ് നീക്കി അങ്ങ് പോകും. സമയമല്ലേ, അതങ്ങ് അതിൻ്റെ പാട്ടിലങ്ങ് ഓടിപ്പൊയ്ക്കോളും. പക്ഷെ നമ്മളെ മടി അവിടെ നിൽക്കും, നമുക്ക് പണിയും കിട്ടും അല്ലേ. അപ്പം ഒരുപാട് സമയമുണ്ടായിരുന്ന സമയത്തെയും കാട്ടി എനിക്ക് പ്രയോജനപ്പെട്ടത് ഞാൻ സ്ട്രഗിൾ ചെയ്ത് സമയം കണ്ടെത്തി പഠിച്ചൊരു സമയമാണ്. അതായത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ്, എനിക്ക് ബാക്കിയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞ് ആ ഒരു സമയത്ത് ഞാൻ പഠിച്ച പഠിത്തം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് സമയമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടത്തില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്നൊരു വാക്കെന്ന് പറഞ്ഞാൽ സമയം എന്നുള്ളൊരു വാക്കായിരിക്കും. ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ ഇംഗ്ലീഷ് ടൈമെന്നും കൂടെ പറയാം. ആ ഒരു വിഷയമായി പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ടൈം എന്ന് പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരും കൊണ്ടു തരത്തില്ല. നമ്മുടെ എല്ലാ മനുഷ്യർക്കും ഒരു ദിവസം 24 മണിക്കൂറെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ 24 മണിക്കൂറേ ഉള്ളൂ. ആർക്കും അതിൽ കുറവുമില്ല കൂടുതലും ഇല്ല. എല്ലാവർക്കും ഒരേ പോലെയാണ് സമയം കിട്ടുന്നത്. പിന്നെ എത്രത്തോളം ആ സമയത്തെ നമ്മൾ വിനിയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. അതേപോലെ എത്രത്തോളം സമയത്തെ ഉപയോഗിക്കാൻ നമുക്ക് സാഹചര്യം ഉണ്ടാകുന്നു. ഓരോ വ്യക്തിക്കും സാഹചര്യം എന്ന് പറയുന്നത് ഓരോ പോലെയാണ്. ചിലവർക്ക് നല്ല രീതിയിൽ സമയത്തെ വിനിയോഗിക്കാനുള്ള സാഹചര്യം കിട്ടും,
ചിലവർക്ക് സമയത്തെ വിനിയോഗിക്കാനുള്ള സാഹചര്യം, അത് പല വീട്ടു ജോലികളും കുഞ്ഞിനെ നോക്കലും മറ്റു ഉത്തരവാദിത്തങ്ങളും, അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോകുന്നെങ്കിൽ ആ ജോലിക്ക് പോകുന്ന ടൈം, അങ്ങനെയൊക്കെ സമയം കുറേ അധികം, അതായത് ഭൂരിഭാഗം സമയവും അങ്ങനെ പോകുന്ന കുറേ പേരുമുണ്ട്. പക്ഷെ അവരെയൊക്കെ മനസ്സിലും എനിക്ക് പഠിക്കണം, പഠിച്ചൊരു ജോലി മേടിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അവർക്ക് പഠിക്കാനുള്ള സമയം കണ്ടെത്താൻ പറ്റാതെ പോകുന്നു. അപ്പം അങ്ങനെ കണ്ടെത്തി പഠിച്ചൊരാളായതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാൻ പറ്റും. നമ്മളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്ന എനിക്ക് പഠിക്കാൻ സമയമില്ല എന്ന് ഇങ്ങനെ ഓർത്തോർത്ത് വിഷമിച്ചുകൊണ്ടിരുന്ന വിഷമിച്ചുകൊണ്ട് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അതേസമയം നമ്മൾ പുതിയ പുതിയ വഴികൾ കണ്ടെത്തുക, എങ്ങനെ നമുക്ക് സമയത്തെ പ്രയോജനപ്പെടുത്തി പഠിക്കാൻ പറ്റും. ഞാൻ നേരത്തെ വീഡിയോസിൽ ഈ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എൻ്റെ മോൻ കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ടൈം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ കുക്കിങ്ങിനൊക്കെ കയറുന്ന 1.5 മണിക്കൂർ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അതായത് വലിയ സൗണ്ടിൽ ക്ലാസ് എടുത്ത് അടുക്കളയിൽ വെക്കുകയോ ഹെഡ്സെറ്റ് കുത്തി വെക്കുകയോ എങ്ങനെയൊക്കെ ക്ലാസ്സുകൾ കേട്ട് ആ ഒരു ടൈം അങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും. പിന്നെ അത് വായിച്ചു നോക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആയിക്കോളും. അത്യാവശ്യം ഒരു ബേസുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പം തന്നെ അത് ഗ്രാസ്പ് ചെയ്യാനുള്ളൊരു ഇത് കാണും. പിന്നെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരു വട്ടമൊക്കെ കേൾക്കുമ്പം ചിലപ്പോൾ അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല, 1-2 വട്ടവും കൂടെ ഒക്കെ കേൾക്കേണ്ടി വരും. പക്ഷെ ബേസൊക്കെ ഓക്കെ ആയവരാണെങ്കിൽ ആ ഒരു ഒറ്റ കേൾവിയോട് തന്നെ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ജോലി ചെയ്യുന്ന സമയം ഹെഡ്സെറ്റ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ വലിയ ഉറക്ക ഫോൺ വെച്ചിട്ടോ, ഇപ്പം ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സ്പീക്കറിൽ ഫോൺ ഇട്ടിട്ടോ ഒക്കെ നമുക്ക് ആ ഒരു സമയത്തെ പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ ജോലിയും നടക്കും, ഒരു സൈഡിൽ കൂടെ പഠിത്തവും കിട്ടും. പഠിത്തം അങ്ങ് പൂർണ്ണമായിട്ട് കിട്ടും. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു മേശയ്ക്ക് മുമ്പിൽ ബുക്ക് നിവർത്തി വെച്ചിരുന്ന് സമാധാനമായിട്ടൊരു പഠിക്കുന്ന ഒരു പഠിത്തത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് സമയത്ത് ആ ഒരു കുറച്ചെങ്കിലും പോട്ടൊരു 10 ചോദ്യമെങ്കിലും കിട്ടുമല്ലോ. ആ ഒരു 10 ചോദ്യത്തിൽ ഒരു ചോദ്യം എക്സാമിന് ചോദിച്ചാലോ, അത് അത്രയും ആയില്ല. 1 മാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാർക്കല്ല, പോയിന്റ് സംതിങ് മാർക്കിൻ്റെ വില പോലും റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. പോയിന്റ് സംതിങ് റാങ്കിന് പോലും മാർക്കിന് പോലും പുറകിലോട്ട് പോകുന്നവരുണ്ട്. അപ്പം പോയിന്റ് സംതിങ് മാർക്കിന് പോലും വളരെയേറെ വിലയുണ്ട്. അപ്പോൾ 10 ചോദ്യം പഠിക്കാൻ പറ്റി, അതിൽ ഒരു ചോദ്യമെങ്കിലും എക്സാമിന് എഴുതിയാൽ പറ്റി, അത്രയും ആയില്ലേ. ആ സമയം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരുന്നാൽ എന്ത് കിട്ടും? ഒന്നും കിട്ടത്തില്ല. എനിക്ക് ഇങ്ങനൊരു മൈൻഡ് ഉണ്ടായിരുന്നു. എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. മോനൊക്കെ ആയതിന് ശേഷം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്കിനി ജോലി മേടിക്കാൻ പറ്റത്തില്ല, എനിക്കിനി പഠിക്കാൻ ഒട്ടും സമയം കിട്ടത്തില്ല, എൻ്റെ കുറേ വർഷങ്ങൾ ഇനി ഇവൻ്റെ പുറകെ ഇവനെ നോക്കി. അത് സങ്കടമല്ല കേട്ടോ, മോനെ നോക്കുന്നത് കൊണ്ടുള്ള സങ്കടമല്ല. പക്ഷെ ഒരു ജോലി മേടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് ചിന്തിച്ച് പോകുന്നതാണ്. അപ്പം അങ്ങനെ പോവുമല്ലോ. പിന്നെ ഞാൻ തന്നെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല, ഞാൻ തന്നെ കണ്ടെത്തണം ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ജോലി ചെയ്യുമ്പം ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ് കേൾക്കാൻ തുടങ്ങിയതും പിന്നെ എനിക്ക് കിട്ടുന്ന സമയമൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയത്. അതായത് ഒരു ബുക്ക് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. ഈവൻ പിച്ചിപ്പറിച്ചൊക്കെ കളയാൻ ശ്രമിക്കുമെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ ഒരു ബുക്ക് കയ്യിൽ സൂക്ഷിക്കുക. അതായത് അന്നൊക്കെ ഹരിശ്രീയൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് കുറച്ച് നാളൊക്കെ. അതൊക്കെ ഹരിശ്രീയൊക്കെ കുറച്ച് നാളൊക്കെ ഫോളോ ചെയ്ത സമയത്ത് ഹരിശ്രീയൊക്കെ എടുത്ത് ചുമ്മാ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയും എങ്ങനെങ്കിലുമൊക്കെ കുറച്ച് കിട്ടണം. അതായത് ഒരു ദിവസം ഞാൻ ഉറങ്ങാൻ പോകുമ്പോഴത്തേക്ക് എനിക്കിനി വിഷമിക്കാനുള്ളൊരു ഇട വരരുത്, ആ രീതിയിലാണ് ഞാൻ അന്ന് സമയത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പിന്നെ മോൻ ഉറങ്ങുന്ന ടൈമാണ് കൂടുതലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കൊണ്ടിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം പറയുകയാണ് ഞാൻ. അപ്പം മോൻ ഉറങ്ങുന്ന ടൈമൊക്കെ ഞാൻ കുറേ അധികം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങുന്ന ടൈമിലൊക്കെ കുറച്ചധികം ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാറ്റഗറിയിൽ പെടാത്ത കല്യാണമൊന്നും കഴിക്കാത്ത അല്ലെങ്കിൽ വേറെ ജോലിക്കൊന്നും വീട്ടിൽ ഫുൾ സപ്പോർട്ട്, അതായത് വീട്ടിൽ ഫുൾ സപ്പോർട്ടാണ്. പഠിച്ചൊരു ജോലി മേടിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു പേരൻസൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് കിട്ടാൻ കൊതിക്കുന്ന കുറേ അധികം പേരുണ്ട്. അതൊന്ന് ഒരാളുടെ ഒരു ഭാഗത്തു നിന്ന് ഒരു വീട്ടിലിപ്പം എനിക്ക് തന്നെ ഇതിനകത്ത് നിങ്ങളെൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് ആരും സപ്പോർട്ടില്ല, എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാലും ഞാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുന്നവരുണ്ട്. അപ്പം ആ ഒരു സാഹചര്യവും നിങ്ങളുടെ സാഹചര്യമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് എത്ര അമൂല്യമാണെന്ന്. അപ്പം പഠിക്കാൻ സമയം കിട്ടുന്നവർ ദയവ് ചെയ്ത് നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോബ് വേണം. ലൈഫിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ, ലൈഫിൽ സക്സസ് ആവുമെന്ന് വെച്ചാൽ ഗവൺമെൻറ് ജോബ് കിട്ടിയാലേ ലൈഫിൽ സക്സസ് ആവൂ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ജോബ് വേണമെന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു, എനിക്കൊരു ആഗ്രഹമായിരുന്നു.
ഇപ്പം വേറെ ഗവൺമെൻറ് ജോബ് കിട്ടാത്തവരൊന്നും ലൈഫിൽ ഫെയിലിയർ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ആഗ്രഹം എനിക്കൊരു ഗവൺമെൻറ് ജോബ് കിട്ടുക എന്നുള്ളതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് എനിക്ക് അതാണ്. ഓരോരുത്തർക്കും ഓരോ ആണ്. ചിലപ്പം എന്താണ് ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഒരു MBBS പഠിക്കുന്ന ഒരാളൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് കയറുക എന്നുള്ളതിൽ അയാളുടെ സ്വപ്നം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങൾ. അപ്പം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടൊരു ഗവൺമെൻറ് ജോലി വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയം അമൂല്യം. ആ സമയത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം അമൂല്യമായിട്ടൊരു കാര്യമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതിനുള്ള ബോധം ആദ്യം നിങ്ങൾ കൊണ്ടുവരിക. സമയം കണ്ടെത്തുക. നിങ്ങൾക്ക് ആർക്കും ഉപദേശിച്ച് കൊണ്ടുതരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ട് വെച്ച് തരാനോ ഒന്നും പറ്റത്തില്ല. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക എങ്ങനെ എനിക്ക് എൻ്റെ പഠിക്കാനായിട്ട് ഏതൊക്കെ വഴികൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടല്ലേ. അപ്പം എങ്ങനെ എനിക്ക് ഈ സമയത്തെ പ്രയോജനപ്പെടുത്താൻ പറ്റും. അല്ലാതെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ ഫീഡിങ്, ഞാൻ 3 വയസ്സ് വരെ എൻ്റെ മോനെ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഫീഡിങ് ടൈമിലൊക്കെ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ വളർന്ന് വരുന്തോറും കുറേ സമയം ഇവർ ഫീഡ് ചെയ്യാനായിട്ട് എടുക്കുമായിരുന്നു. ആ ടൈമിലൊക്കെ ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുമായിരുന്നു. അതായത് എണീച്ചിരുന്നല്ലേ പാൽ കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പഠിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ യൂട്യൂബിലൊക്കെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ക്വിസൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ആ ടൈമും ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. പഠിക്കാനായിട്ട് സമയം കണ്ടെത്തണമെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റിയിരിക്കും. അതെന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ട് ഒരു ബുക്കും ഒരു മേശയും കസേരയൊക്കെ വലിച്ചിട്ട് സമാധാനപരമായിട്ടൊരു പഠിത്തമൊന്നുമല്ല. പക്ഷെ വേറെ പല രീതികളിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 10 ചോദ്യം പഠിക്കുന്നതിൽ ഒരു ചോദ്യമെങ്കിലും എക്സാമിന് വന്ന് അത് എഴുതാൻ പറ്റിയാലുള്ള ആ ഒരു പ്രയോജനത്തെ പറ്റി ഓർത്താൽ മതി. അതേസമയം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം പഠിക്കാനായിട്ടുള്ള വഴികൾ നിങ്ങൾ സ്വയം ആദ്യം അത് ചിന്തിച്ചെടുക്കുക. എനിക്ക് ഏതൊക്കെ രീതിയിൽ പഠിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ എനിക്ക് സാഹചര്യം ഒരുക്കാൻ പറ്റും, എങ്ങനെയൊക്കെ എനിക്ക് സമയത്തെ വിനിയോഗിക്കാൻ പറ്റും, അത് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കുക. അപ്പോൾ സമയമെന്ന് പറയുന്നത് അമൂല്യമാണ്, പാഴാക്കരുത്. പിന്നീട് ആലോചിക്കുമ്പം ഞാൻ പാഴാക്കിയ സമയം എത്രത്തോളം അമൂല്യമായിരുന്നു ചിന്തിച്ച് വിഷമിക്കാനേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു വിഷമിക്കാനുള്ളൊരു ഇട ആർക്കും വരാതിരിക്കട്ടെ. അപ്പം കിട്ടുന്ന സമയം എല്ലാവരും നല്ല ഫലവത്തായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ ലെവലെ പറ്റിയിട്ടൊന്നും ഞാൻ ഇനി പ്രത്യേകിച്ച് നിങ്ങളുടെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാവരും നന്നായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഗവൺമെൻറ് ജോലിക്ക് കൂടുതൽ പേരും. അപ്പം എന്താണ് അവരോടൊക്കെ പിടിച്ച് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ വളരെ ഫലവത്തായിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സമയം കിട്ടുന്നില്ലല്ലോ എന്ന് ഇനി ആരും പറഞ്ഞ് കമൻ്റ് ഇടാൻ ശ്രമിക്കരുത്. സമയം എങ്ങനെ കിട്ടുമെന്നുള്ളത് നിങ്ങൾ തന്നെ അറിയാം. ഇപ്പം ജോലിക്ക് പോയിട്ട് വരുന്നവരാണെങ്കിൽ വൈകിട്ടൊക്കെയുള്ള കുറച്ച് സമയമായിരിക്കും അവർക്ക് കിട്ടുന്നത്. ആ കുറച്ച് സമയം നിങ്ങൾക്ക് എങ്ങനെ എന്താണ് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കിട്ടുന്ന ടൈപ്പ് ഒരു 2 മണിക്കൂറാണ് കിട്ടുന്നതെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ നീക്കി വയ്ക്കുക പഠിക്കുന്നതിനായിട്ട്. അപ്പം എന്തായാലും എല്ലാവർക്കും ഞാൻ സമയത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് കമൻറ്റും മെസ്സേജും ഒക്കെ വരുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത്. അപ്പോൾ സമയത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളടുത്തൊന്നും പറയേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കിട്ടുന്ന സമയം എല്ലാവരും നല്ല പ്രൊഡക്റ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യുക. സമയം കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന സമയത്ത് എങ്ങനെ സമയം എനിക്ക് ഈ സമയത്ത് എങ്ങനെ എനിക്ക് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം എന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ആ ഒരു പ്രോബ്ലം സോൾവ് ആയിക്കോളും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ കമ്പനി ബോർഡ് LGSൻ്റെ ബാച്ച് 2 ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നവംബർ 10 ബാച്ച് 1 നിർത്താമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇപ്പം നോട്ടിഫിക്കേഷൻ നാളെ വരുന്നു അല്ലേ, 30 വരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം നാളെ വരുന്നു എന്ന് പറയുന്നത് കൊണ്ട് കുറേ ഇൻക്വയറി വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാച്ച് 1 ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലെ റെക്കോർഡഡ് സെഷൻസ് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്താൽ മതിയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബാച്ച് 2 അതേ ടൈം ടേബിളൊക്കെ കൊടുത്തിട്ട് ബാച്ച് 2 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം ബാച്ച് 2 നവംബർ 10 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഫോർഡബിൾ ആയിട്ടൊരു ഫീലാണ്. കുറച്ച് നാൾ മാത്രമേ അതിൻ്റെ അഡ്മിഷൻ ഞാൻ അനുവദിക്കത്തുള്ളൂ. അതിന് കുറച്ച് സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കുറച്ച് നാൾ മാത്രമേ അതിൻ്റെ അഡ്മിഷൻ നവംബർ 10 കഴിഞ്ഞാലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അത് ചിലപ്പം ഞാനൊരു ടൈം ലിമിറ്റ് എന്തായാലും അതിന് വെക്കും.
അപ്പോൾ കുറച്ച് നാളത്തേക്ക് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കത്തുള്ളൂ. അപ്പോൾ കമ്പനി ബോർഡ് LGSൻ്റെ ബാച്ച് 2 നവംബർ 10 സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവരെല്ലാം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ 20K സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ബൈ ബൈ.